പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ജെറമ്യ 17:14 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. യേശുപ്രിയ സഹോദരരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രത്യാശയുടെ ഒരു ദൈവത്തെ. പ്രത്യാശയോടുകൂടെ നമ്മെ നോക്കിക്കാണുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് പ്രത്യാശ വയ്ക്കുവാൻ ലോകത്തിൽ ദൈവമല്ലാതെ മറ്റാരുമില്ലെന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കണം, നമ്മുടെ ജീവിതത്തിൽ പല അസ്വസ്ഥതകളോ ആകുലതകളോ രോഗപീഠകളോ നിറഞ്ഞ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വിശ്വാസത്തോടെ എനിക്ക് നിങ്ങൾക്കും ഈശോയോട് പ്രാർത്ഥിക്കുവാൻ, ഈശോയോട് നിലവിളിക്കുവാനായിട്ട് സാധിക്കണം. ഈശോയെ, നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ ഞാനും നിങ്ങളും ചോദിക്കുന്ന തരുവാൻ കഴിവുള്ള നമുക്ക് നൽകുന്ന ഒരു ദൈവത്തെയാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വചനം നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ ഈ കാണുന്ന ഓരോ വാക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാബല്യത്തിലാകുന്നത് വിശ്വാസത്തോടുകൂടെ ഈശോയോട് ചോദിക്കുമ്പോൾ, സ്നേഹത്തോടെ ഈശോയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടുന്ന് പറയുന്നത് എങ്ങനെയാണ്? എന്നെ രക്ഷിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുവാനായിട്ട് എൻ്റെ നിങ്ങളുടെ മധുരങ്ങൾ തുറന്ന് ഈശോയുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് സാധിക്കണം. അങ്ങനെ വിശ്വാസത്തോടെ ഞാനും നിങ്ങളും വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ രക്ഷപ്പെടുമെന്നാണ് തിരുവചനത്തിലൂടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതേ വിശ്വാസത്തോടെ എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. സുഖപ്പെടുത്തുന്ന ഒരു ദൈവത്തെ, രക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യാശ നൽകുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്കും നിങ്ങൾക്കും പറയുവാൻ സാധിക്കട്ടെ, ലോകത്തിൽ ഏതിനേക്കാളും പ്രത്യാശ നൽകുന്നത് നമ്മുടെ രക്ഷകനായ ഈശോയാണെന്ന്. ജീവിതത്തിലെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകളിലും പ്രത്യാശ നൽകി നമ്മെ നയിക്കുന്ന ദൈവത്തെ കൂടുതൽ വിശ്വാസത്തോടെ സ്നേഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.